കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ഭഗവതി അല്ലെങ്കിൽ കുരുംബ ഭഗവതി ക്ഷേത്രമാണിത്. മകരം 1 മുതൽ 4 ദിവസമാണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യം മീനമാസത്തിലെ ഭരണിക്കാണ്. ഇന്ന് നമുക്ക് കുറച്ച് താലപ്പൊലി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മകരസംക്രാന്തിയുടെ അന്ന് വൈകുന്നേരം 1001 കതിന വെടികൾ മുഴക്കിയിട്ടാണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം ആരംഭിക്കുക. താലപ്പൊലിക്ക് ഇവിടെ പ്രത്യേകിച്ച് പകൽ ശീവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണുള്ളത്. ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും ഊരായ്മ അവകാശമുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. എല്ലാവർക്കും പ്രത്യേകം ഓരോ ആചാരങ്ങളും അനുഷ്ഠിക്കാനുള്ള അവസരം ഈ സമയത്ത് കിട്ടും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂർ കോവിലകത്തുള്ള വലിയ തമ്പുരാനാണ് ഇവിടുത്തെ കുറേയധികം ചടങ്ങുകൾ, താലപ്പൊലിയും ഭരണിക്കും കുറേയധികം ചടങ്ങുകൾ ചെയ്യാനുള്ള അവകാശമുള്ളത്. പിന്നെ അതേപോലെ കുടുംബി സമുദായം, 100,000 യോഗക്കാർ, അങ്ങനെ അവർക്കൊക്കെ ധാരാളം ചിട്ടകളും ആചാരങ്ങളും ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാരുകനെ വധിക്കാനായിട്ട് ശിവൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്നുണ്ടായതാണ് ദേവി എന്നാണല്ലോ സങ്കല്പം. അപ്പോൾ അങ്ങനെ ദാരുകനെ വധിച്ചിട്ട് ദേവി വളരെ രൗദ്രഭാവത്തോടെ വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ സ്ത്രീകൾ താലത്തിൽ ധനധാന്യങ്ങളും ദ്രവ്യങ്ങളും പൂക്കളും അതുപോലെ വിളക്കുമൊക്കെ വെച്ച് ദേവിയെ എതിരേറ്റ് കൊണ്ടുവരുന്നു എന്നാണ് ഈ ഒരു താലപ്പൊലിയുടെ സങ്കല്പം. 4 ദിവസത്തെ ഈ ഉത്സവം വളരെ പ്രാധാന്യമുള്ളതാണ്. കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലും എല്ലാ ആളുകളും താലപ്പൊലി ഒരു ദിവസമെങ്കിലും വന്ന് തൊഴാതെ പോവാറില്ല. അപ്പം ഞങ്ങളും ഇതേപോലെ താലപ്പൊലി 4-ാമത്തെ ദിവസമാണ് തൊഴാൻ വന്നത്. എല്ലാ ദിവസവും 9 ആനകൾ വീതമാണ് എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. എല്ലാം വളരെ പേരുകേട്ട ആനകളാണ്, തൃശ്ശൂർ പൂരത്തിനുമൊക്കെ ഉള്ള പോലെ. മാത്രമല്ല മേളം ഉണ്ടാവും, പഞ്ചവാദ്യം. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനായിട്ട് ധാരാളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. ഇത്തവണത്തെ ദേവിയുടെ കോലം എടുത്തത് തിരുവമ്പാട് ചന്ദ്രശേഖരനാണെന്നാണ് എൻ്റെ അറിവ്. ശരിക്കും പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഓരോ ആനകളുടെ പേരും അവരെവിടെ നിന്ന് വന്നു എന്നൊക്കെ എല്ലാം അറിയാം. അവരെങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഇത്ര ചൂടും വെയിലും ഉണ്ടായിട്ടും ഈ മേളക്കമ്പക്കാരൊക്കെ അത് ആസ്വദിച്ച് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. പിന്നെ എല്ലാവരുടെയും അടുത്ത ആകർഷണം ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുക, അവിടെ എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്, അവിടെ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് കാണുക. അതൊക്കെ ഒരു രസമാണ്. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ പകൽ താലപ്പൊലിയാണ് കണ്ടത്. ഇതേപോലെ തന്നെ രാത്രിയുണ്ട്. രാവിലെ 3 മണിക്കാണ് എതിരേൽപ്പ് ഉണ്ടാവുക. പകലുള്ള പോലെ തന്നെ രാവിലെയും അതേപോലെ താലമൊക്കെ എടുത്ത് ദേവി എതിരേൽക്കുന്ന ചടങ്ങ് അന്ന് രാവിലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ താലപ്പൊലിയും വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. അപ്പോൾ ഇനി അടുത്ത കൊല്ലത്തെ താലപ്പൊലിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ധാരാളം കഥകളും ഇനി ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അറിയാവുന്ന വളരെ ചെറിയ ഒരു സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.